ഹായ് ഹലോ എവ്രി വൺ വെൽക്കം ടു സൈലം SSC അറാബി. അപ്പം നമ്മൾ ഇന്നൊരു കുഞ്ഞി ടോപ്പിക്കായിട്ടാണ് വന്നിരിക്കുന്നത്. വേറൊന്നുമല്ല, റിക്കറിംഗ് ഡെസിമൽസ് അല്ലെങ്കിൽ റിക്കറിംഗ് നമ്പേഴ്സ്. അപ്പം നമുക്ക് നമ്പർ സിസ്റ്റത്തിലും അതേപോലെ തന്നെ നമ്മുടെ സിംപ്ലിഫിക്കേഷനിലൊക്കെ നമുക്ക് കാണുന്നതാണ് റിക്കറിംഗ് ഡെസിമൽസ് എന്നുള്ളത്. അപ്പം എന്താണ് റിക്കറിംഗ് ഡെസിമൽസ്, അതെങ്ങനെയാണ് ഡെസിമൽസ് ടു ഫ്രാക്ഷൻ കൺവേർഷൻ ചെയ്യേണ്ടത്, അതേപോലെ തന്നെ റിക്കറിംഗ് ഡെസിമൽസ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള സിംപ്ലിഫിക്കേഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോയിൽ കംപ്ലീറ്റ് ആയിട്ട് നോക്കാം കേട്ടോ. ഫസ്റ്റ് ഓഫ് ഓൾ, എന്താണ് റിക്കറിംഗ് നമ്പേഴ്സ്? ആ ഒരു പേരിൽ തന്നെ ഉണ്ട് കേട്ടോ. റിക്കറിംഗ് ആയ, അതായത് കണ്ടിന്യൂ ആയിട്ട് നമുക്ക് റിപ്പീറ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്ന ഡെസിമൽസ്. ഫോർ എക്സാമ്പിൾ നമ്മൾ കാണുന്നതാണ് 0.333 എന്ന് പറഞ്ഞിട്ട്. ആക്ച്വലി ഇത് എവിടെയും നിർത്താതെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം, അനന്തമജ്ഞാതമായി പോയിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിലാണ് നമ്മൾ എന്ത് പറയുന്നത്, റിക്കറിംഗ് നമ്പേഴ്സ്. ഇൻഫിനിറ്റ് ആയിട്ട് ഡെസിമൽസ് പോകുന്നു, ഇതിനൊരു അവസാനമില്ല. നമുക്ക് എവിടെയും കൊണ്ടുപോയിട്ട് ഒരു ഫുൾ സ്റ്റോപ്പ് ഇടാൻ പറ്റൂല. ഒരിക്കലും നമുക്ക് ഇതിനെന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ട് തീർപ്പാക്കാൻ പറ്റൂല. വേണമെങ്കിൽ നിങ്ങൾ ഈ ഒരു 0.333 എങ്ങനെ വന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ ഫ്രാക്ഷൻ ഫോമിൽ നമുക്ക് 1/3 എന്നൊന്ന് പിടിച്ചു കെട്ടാൻ സാധിക്കും. ഡെസിമൽ അത് റിക്കറിംഗ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കും. ഓക്കെ, അങ്ങനെ ഏതും ഇങ്ങനെ നിർത്താതെ. അപ്പം നമുക്ക് ഒരു നമ്പർ തന്നെ റിപ്പീറ്റ് ചെയ്യണമെന്നില്ല കേട്ടോ. 0.235 അങ്ങനെ ആ ഒരു 3 ഡിജിറ്റ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. 3 ഡിജിറ്റുകൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ഏതെങ്കിലും റാൻഡംലി 2 നമ്പേഴ്സ് 76 അങ്ങനെ എത്ര വേണമെങ്കിലും എന്താണ് ആ ഒരു, ഇപ്പോൾ ഒരു നമ്പർ വേണമെങ്കിൽ റിപ്പീറ്റ് ചെയ്യാം, അല്ലെങ്കിൽ 2 ആവാം, 3 ആവാം, 4 ആവാം, 10 ആവാം, 1000 ആവാം, എത്രയായിക്കോട്ടെ. അത് റിപ്പീറ്റ് ചെയ്തുകൊണ്ട് പോകുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ റിക്കറിംഗ് ഡെസിമൽസ് എന്ന് വിളിക്കും. ഓക്കെ, അപ്പം ഇതിലൊക്കെ എത്ര റിക്കറിംഗ് ഡെസിമൽസ് ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ഇപ്പം ഒന്നാമത്തെ കേസ് എടുക്കുകയാണെങ്കിൽ 0.333 എന്ന് പറയുമ്പോൾ ആക്ച്വലി അതിൽ റിക്കറിംഗ് ആയിട്ടുള്ള ഒരു ഡെസിമലാണ് അല്ലേ, 3 എന്ന് പറയുന്ന ഒരു ഡെസിമലാണ് നമുക്ക് റിപ്പീറ്റഡ്ലി പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഒരു ഡെസിമൽ 3 എന്ന് പറയുന്ന ഒരു റിക്കറിംഗ് ഡെസിമലാണുള്ളത്. 0.235 എന്ന് പറയുമ്പോൾ 235 എന്ന് പറയുന്ന 3 ഡെസിമൽസ് ആണ് റിപ്പീറ്റേഷൻ വരുന്നത്. 0.76 എന്ന് പറയുമ്പോൾ 76 എന്ന് പറയുന്ന 2 ഡെസിമൽസ് ആണ് റിപ്പീറ്റേഷൻ വരുന്നത്. ഇനി നമുക്ക് ഈ റിക്കറിംഗ് ഡെസിമൽസ് തന്നെ 2 ടൈപ്പ് ഉണ്ട്. പ്യുവർ ആയിട്ട് റിക്കറിംഗ് ആയിട്ടുള്ളതുകൊണ്ട്, അതേപോലെ മിക്സ്ഡ് റിക്കറിംഗ് ഉണ്ട്. ഇപ്പം ഈ കാണിക്കുന്നതൊക്കെ പ്യുവർ ആയിട്ടുള്ളതാണ്, അതായത് ഈ ഒരു ഡെസിമൽ വാല്യൂസ് എല്ലാം റിക്കറിംഗ് ആയിട്ടുള്ള ഡെസിമൽസ് മാത്രമാണുള്ളത്. വേറൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഇപ്പോൾ 0.23555 എന്ന് പറഞ്ഞ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാന്ന് വിചാരിക്കാം. അപ്പം ഇവിടെ നോക്കുമ്പോൾ ഈ ഒരു ഡെസിമൽ വാല്യൂസിൽ 2 ഉണ്ട്, 3 ഉണ്ട്. പക്ഷേ ഇത് റിപ്പീറ്റേഷൻ വരുന്നുണ്ടോ? ഇല്ല. റിപ്പീറ്റേഷൻ ആർക്ക് മാത്രമേ വരുന്നുള്ളൂ? 5ന് മാത്രമേ വരുന്നുള്ളൂ അല്ലേ. അപ്പോൾ ഇതിൽ ശരിക്കും റിക്കറിംഗ് ഡെസിമൽ എന്ന് പറയുന്നത് ഒരാൾ മാത്രമേ ഉള്ളൂ, അത് 5 ആണ്. ബാക്കി 2 ഡെസിമൽസ് ഉണ്ട്, അത് നോൺ റിക്കറിംഗ് ആയിട്ടുള്ള ഡെസിമൽ ആണ്, അത് സാധാരണ ഡെസിമൽ ആണ്. ഇതിൽ 5 മാത്രമാണ് റിക്കറിംഗ് ആയിട്ടുള്ള ഡെസിമൽ എന്ന് മനസ്സിലാക്കാം. ഓക്കെ, അതേപോലെ തന്നെ നമുക്ക് ഇപ്പം 0.31111 അല്ലെങ്കിൽ 0.31212 ഇങ്ങനെ പോകുന്നുണ്ടെന്ന് വിചാരിക്കുക. അപ്പം നമുക്ക് എന്ത് പറയാം, ഇതിൽ 3 എന്ന് പറയുന്നത് ഒരു നോൺ റിക്കറിംഗ് ഡെസിമൽ ആണ്. ആരാണ് റിപ്പീറ്റേഷൻ വരുന്നത്? 1, 2 എന്ന് പറയുന്ന 2 ഡെസിമൽസ് ആണ് റിപ്പീറ്റേഷൻ വരുന്നത്, അല്ലെങ്കിൽ റിക്കറിംഗ് ആയിട്ടുള്ള ഡെസിമൽസ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ക്ലിയർ ആണല്ലോ. ഇനി ഇതിനിപ്പം നമ്മൾ പറഞ്ഞല്ലോ ഇങ്ങനെ പിടിച്ചു കെട്ടാൻ പറ്റൂല, ഇങ്ങനെ എഴുതണം. അങ്ങനെ എഴുതുന്നതിൽ ഒരു ബുദ്ധിമുട്ടുണ്ടല്ലേ. നമുക്ക് ഫ്രാക്ഷനിലോട്ട് കൺവേർട്ട് ചെയ്ത് സിമ്പിളായിട്ട് ഒരു ഫോമിൽ എഴുതാം. എന്നാലും ഇപ്പോൾ ഡെസിമൽ തന്നെ എഴുതണം എന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ ഇൻഫിനിറ്റി എന്നുള്ള ഫോമിൽ എഴുതുമ്പം അതിലൊരു ബുദ്ധിമുട്ടുണ്ടല്ലോ. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൊണ്ടുവന്നതാണ് ബാറ് കൊടുക്കുന്നത്. അതായത് ഇപ്പോൾ 0.333 എന്നിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ആൾ നമ്മൾ 0.3യുടെ മുകളിൽ ബാർ ഇട്ട് സൂചിപ്പിക്കും. ബാർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അതൊരു റിക്കറിംഗ് ഡെസിമൽ ആണെന്നാണ് കേട്ടോ. ബാർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അതൊരു റിക്കറിംഗ് ഡെസിമൽ ആണ്, അതിങ്ങനെ തുടർച്ചയായി പോകുന്നുണ്ടെന്നാണ് സൂചിപ്പിക്കുന്നത്. ഇനി 0.235 എന്ന് പറഞ്ഞ് റിപ്പീറ്റേഷൻ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം, 0.235 എന്ന് പറയുന്ന 3 ഡിജിറ്റും റിക്കറിംഗ് ആണ്, റിപ്പീറ്റ് ചെയ്യും. 0.3125 ഇങ്ങനെയാണെന്ന് വിചാരിക്കാം. ഇവിടെ നമ്മൾ നോക്കുമ്പം ആക്ച്വലി ഈ ഒരു ഡെസിമലിൽ ഈ 0.31 എന്താണ്, റിക്കറിംഗ് അല്ലാത്തതാണ്.
25 ആണ് റിക്കറിങ് വരുന്നത്. അപ്പം നമ്മൾ എഴുതേണ്ടത് 0.3125 ഈ 25ന്റെ മുകളിൽ മാത്രം ആ ഒരു ബാർ ഇട്ട് കൊടുക്കുക. 25 മാത്രമാണ് റിക്കറിങ് റിപ്പീറ്റേഷൻ വരുന്നത്. ബാക്കിയുള്ള ആ ഒരു ഡിജിറ്റ് 3ഉം 1ഉം എന്താണ്? അത് നോൺ റിക്കറിങ് ആയിട്ടുള്ള ഡെസിമൽ എന്നാണത് സൂചിപ്പിക്കുന്നത്. ക്ലിയർ ആണല്ലോ? ഈ രീതിയിലാണ് നമ്മൾ എഴുതേണ്ടത്. ഇനി നമുക്ക് എങ്ങനെയാണ് ഈ ഒരു റിക്കറിങ് നമ്പേഴ്സിനെ ഫ്രാക്ഷൻസിലോട്ട് കൺവേർട്ട് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം കേട്ടോ. സോ നമ്മൾ ആ ഒരു ഫസ്റ്റ് വാല്യൂ 0.3 തന്നെ സ്റ്റാർട്ട് ചെയ്യാം. പ്യുവർ ആയിട്ടുള്ള റിക്കറിങ് ആവുമ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോൾ 0.3 ബാർ ആണ് അത് റിക്കറിങ് ആണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്. എടാ നോൺ റിക്കറിങ് ആണെങ്കിൽ എന്താ ചെയ്യാം? ഇപ്പം നിങ്ങൾ ഇതവിടെ നിൽക്കട്ടെ. 0.3 ബാറിന് പകരം 0.3 മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കാം. 0.3 മാത്രമാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? ആ ഒരു ഡെസിമലിനെ നമ്മൾ ഫ്രാക്ഷനിലോട്ട് കൺവേർട്ട് ചെയ്യാൻ 3നെ 10 കൊണ്ട് ഹരിക്കുക അല്ലേ? എത്ര ഡെസിമൽ പ്ലേസ് ആണോ ഉള്ളത് അത്രയും 10ന്റെ പവർ കൊണ്ട് ഹരിക്കുക ചെയ്യാം. വേറൊരു എക്സാമ്പിൾ പറയാം. 0.25 ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? 25/2 ഡെസിമൽ ആണ്, 2 0 ഇട്ട് കൊടുക്കും. 0.123 ആണെങ്കിലോ 123/1 2 3 ഡെസിമലിന് 3 0 ഇട്ട് കൊടുക്കും. എന്നാൽ ഇത് റിക്കറിങ്ങിലോട്ട് വരുമ്പോൾ ഇപ്പം 0.3ക്ക് പകരം 0.3 ബാർ ഉണ്ടെങ്കിൽ 3 റിക്കറിങ് ആണെങ്കിൽ നോൺ റിക്കറിങ് ഡെസിമലിനെ നിങ്ങൾ 10 കൊണ്ടാണ് ഹരിക്കുന്നതെങ്കിൽ റിക്കറിങ് ഡെസിമലിനെ നിങ്ങൾ ഹരിക്കേണ്ടത് 9 കൊണ്ടാണ്. ശരിക്കും ഇതെന്താ അറിയോ? 3/9 ആണ്. 0.3 ബാർ എന്ന് പറഞ്ഞാൽ 3/9 ആണ്. വേണമെങ്കിൽ അതിന്റെ സിംപ്ലിഫൈഡ് ഫോം നമുക്ക് 1/3 എന്ന് കൊടുക്കാം. 3ലും 9ലും 3 കോമൺ ആയിട്ട് കട്ട് ചെയ്ത് 1/3ലോട്ട് കൺവേർട്ട് ചെയ്യാം. ഡയറക്ട്ലി നമ്മൾ ഈ ഒരു റിക്കറിങ് വാല്യൂലോട്ട് മാറ്റുന്നത് എന്താണ്? 0.3 ബാർ എന്ന് പറഞ്ഞാൽ 3/9 ആണ്. അതേപോലെ 0.25 ബാർ ആണെങ്കിലോ 2ഉം 5ഉം 2ന്റെയും മുകളിൽ ബാർ വന്നാലോ അപ്പം നമുക്ക് 25/2 ഡിജിറ്റ്സിന്റെ മുകളിൽ ബാർ വന്നാൽ 2 9 ഇട്ട് കൊടുക്കുക. 25/99. 0.123 ബാർ അതായത് 0.123 റിപ്പീറ്റേഷൻ ആണെങ്കിൽ 3 ഡിജിറ്റ് 123 ആ 3 ഡിജിറ്റിന് പകരം 3 9 ആണ് കൊടുക്കേണ്ടത്. വേണമെങ്കിൽ അവിടെ നമുക്ക് ചെറുതാക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. മുകളിലും താഴെ 3 കൊണ്ട് കട്ട് ചെയ്യാം അല്ലേ? 41/333 എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഓക്കെ, ഇതാണ് പ്യുവർ ആയിട്ടുള്ള, അതായത് റിക്കറിങ് മാത്രമുള്ള ഡിജിറ്റ്സ് വരുമ്പോൾ നമ്മളത് കൺവേർട്ട് ചെയ്യേണ്ട രീതി അത്രയേ ഉള്ളൂ. എത്ര റിക്കറിങ് ഡെസിമൽസ് ആണോ അത്രയും 9 നമ്മൾ എവിടെ കൊടുത്താൽ മതി? ഡിനോമിനേറ്ററിൽ കൊടുത്താൽ മതി. ഇതാണ് നമുക്ക് ടൈപ്പ് 1 ആയിട്ട് നോക്കാനുള്ളത്. ഓക്കെ, ടൈപ്പ് 1 എന്ന് പറയുമ്പോൾ റിക്കറിങ്ങിൽ കേട്ടോ. ഇനി ഞാൻ പറഞ്ഞു റിക്കറിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് പ്യുവർ റിക്കറിങ് മാത്രമല്ല മിക്സഡ് റിക്കറിങ് കൂടെ വരുന്നുണ്ട് അല്ലേ? മിക്സഡ് റിക്കറിങ് നമുക്ക് എക്സാമ്പിൾ നോക്കാം. ഫോർ എക്സാമ്പിൾ 0.25 ബാർ. ശ്രദ്ധിക്കണേ, അതായത് നോൺ റിക്കറിങ് ഡെസിമലും റിക്കറിങ് ഡെസിമലും കൂടെ മിക്സഡ് ആയിട്ട് വരുന്ന സമയത്ത് എന്താ ചെയ്യേണ്ടത്? ഇതാണ് ടൈപ്പ് 2 വരുന്നത്. അവിടെ നിങ്ങൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ വേറൊന്നുമില്ല. ഫസ്റ്റ് തന്നെ നമ്മൾ ശ്രദ്ധിക്കുക, നന്നായിട്ട് ശ്രദ്ധിക്കുക. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ സാധാരണ എഴുതുക 25 റിക്കറിങ് അതിൻ്റെ 9 കണക്കാക്കിയിട്ടല്ലേ. ഇവിടെ നമ്മൾ 25ൽ നിന്നും ഈ നോൺ റിക്കറിങ് ആയിട്ടുള്ള വാല്യൂ മൈനസ് ചെയ്യാം. 25 - 2 ഡിവൈഡഡ് ബൈ റിക്കറിങ് ആയിട്ടുള്ള ഡെസിമലിന് പകരം 9 കൊടുക്കാം. നോൺ റിക്കറിങ് ആയിട്ടുള്ള ഡെസിമലിന് പകരം 0 കൊടുക്കാം. അതായത് നമ്മുടെ ആൻസർ എന്ത് വരും? 25 - 2 23/90 ആണ് ഇതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഓക്കെ, വേറൊരു വാല്യൂ കാണിക്കാം. നമ്മുടെ 0.123 ബാർ, പക്ഷെ അതിൽ 3 മാത്രമേ റിപ്പീറ്റേഷൻ വരുന്നു എങ്കിൽ ബാക്കിയുള്ളതിനൊന്നും റിപ്പീറ്റേഷൻ ഇല്ല. ലാസ്റ്റ് ഡിജിറ്റ് ആയ 3 മാത്രമേ റിക്കറിങ് വരുന്നതെങ്കിൽ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? മൊത്തം 123 ആരെ മൈനസ് ചെയ്യണം? ഇവിടെ റിക്കറിങ് ആയിട്ട് 3 മാത്രമേ ഉള്ളൂ. അപ്പം നോൺ റിക്കറിങ് വാല്യൂ 12നെ മൈനസ് ചെയ്യാം.
ഡിവൈഡഡ് ബൈ റിക്കറിംഗ് ആയിട്ടുള്ള 3 പകരം 9, ബാക്കി നോൺ റിക്കറിംഗ് ആയിട്ടുള്ള 2 ഡെസിമൽസിന് പകരം 2 0. 123 മൈനസ് 12 അതായത് 111 ബൈ 900 അല്ലേ? വേണമെങ്കിൽ ഒന്നുകൂടെ സിംപ്ലിഫൈ ചെയ്യാം. 3 കട്ട് ചെയ്യാലോ. 3 9, ബാക്കി 21 21 ബൈ 300, 37/300 എന്ന് പറയാം. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്കൊരു ടൈപ്പ് 3യും കൂടെ ഉണ്ട്, മൂന്നാമതൊരു ടൈപ്പും കൂടെ ഉണ്ട്. അത് മിക്സ്ഡ് വരുന്നത് എക്സാമ്പിൾ തന്നെയാണ്. പക്ഷെ അവിടെ നമുക്ക് ഡെസിമൽസ് മാത്രമല്ല ഇൻറ്റിജേഴ്സും കൂടെ വരുമ്പോൾ നോക്കാം കേട്ടോ. ഇപ്പം നമ്മൾ 0.23ക്ക് പകരം 1.23 ബാർ നോക്കി. ഇതിലെല്ലാവരും ഉണ്ട്. അതായത് റിക്കറിംഗ് ഡെസിമൽ ഉണ്ട്, നോൺ റിക്കറിംഗ് ഡെസിമൽ ഉണ്ട്, ഇൻറ്റിജർ ഉണ്ട്. ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ തൊട്ട് മുന്നേ കണ്ടതുപോലെയാണ്. എല്ലാ ഡിജിറ്റ് ഇൻക്ലൂഡിങ് ഇൻറ്റിജർ എന്ത് ചെയ്യുക, എല്ലാ ഡിജിറ്റും നമ്മൾ എഴുതുക. ആദ്യം നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഇൻക്ലൂഡിങ് ഇൻറ്റിജർ എല്ലാ ഡിജിറ്റും നമ്മൾ എഴുതുക. അപ്പോൾ ഇവിടെ 123 മൈനസ് എന്താണ് മൈനസ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഇവിടെ ഈ നേരത്തെ കണ്ടതുപോലെ റിക്കറിംഗ് ഒഴികെയുള്ള ഫുൾ ആ ഒരു ഡിജിറ്റിന് അങ്ങനെ തന്നെ എഴുതാം. 1 പോയിന്റ് ഒന്നും വേണ്ട, അങ്ങനെ തന്നെ 12 എന്ന് എഴുതാം. ഡിവൈഡഡ് ബൈ, നന്നായിട്ട് ശ്രദ്ധിക്കണേ, നമ്മൾ റിക്കറിംഗ് ഡെസിമലിന് പകരം എന്ത് കൊടുക്കും? 9. നോൺ റിക്കറിംഗ് ഡെസിമലിന് പകരം എന്ത് കൊടുക്കും? 0. ഇൻറ്റിജറിന് പകരം എന്ത് കൊടുക്കും? ഇൻറ്റിജറിന് പകരം ഒന്നും ചെയ്യണ്ട. കാരണം ഇൻറ്റിജറിനെ നമ്മൾ ഫ്രാക്ഷനിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് ഇൻറ്റിജർ ഇറ്റ്സെൽഫ് ഈസ് എ ഫ്രാക്ഷൻ ആണ്. അതിന് നമുക്ക് കൺവേർഷൻ ആവശ്യം വരാറില്ല. അപ്പം നമ്മൾ അത് അങ്ങനെ തന്നെ വെക്കുക, ഒന്നും ചെയ്യണ്ട. അപ്പോൾ ഇവിടെ റിക്കറിംഗ് വാല്യൂസിന് പകരം 9, നോൺ റിക്കറിംഗ് വാല്യൂവിന് പകരം 0, ഇൻറ്റിജറിന് പകരം നമ്മൾ ഒന്നും ചെയ്യുന്നില്ല, അങ്ങനെ തന്നെ വെച്ചു. 123 മൈനസ് 12 111/90 ആണ്. 37/30. കണ്ടോ, ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരുന്ന വാല്യൂസിന്റെ വ്യത്യാസം കണ്ടോ? ഇവിടെ 0.123 ബാർ ആയപ്പം 37/300 ആണ്. ഇവിടെ എന്തായി? 1.23 ബാർ ആയപ്പം 37/30 ആയി. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. സോ നമുക്ക് ഒറ്റൊരു എക്സാമ്പിളും കൂടെ നോക്കിയിട്ട് നമുക്ക് നേരെ ക്വസ്റ്റ്യൻസിലോട്ട് കടക്കാം കേട്ടോ. അടുത്തൊരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ആരെടുക്കും? 22.4 ബാർ എടുക്കാം. അല്ലെങ്കിൽ നമുക്ക് രണ്ടും കൂടെ മിക്സ് ചെയ്യുന്നെടുക്കാം അല്ലേ? 22 പോയിന്റ് അല്ലേ, പോട്ടെ, 4 എന്ന് എടുക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു എങ്ങനെ വരും? 224 മൈനസ് ആരെ മൈനസ് ചെയ്യേണ്ടത്? 22. 224 മൈനസ് 22 ഡിവൈഡഡ് ബൈ റിക്കറിംഗ് വാല്യൂവിന് 9, നോൺ റിക്കറിംഗ് ആയിട്ടുള്ള ഡെസിമൽസ് ഇല്ല, പിന്നെ ഇൻറ്റിജേഴ്സ് ആണ്. ഇൻറ്റിജേഴ്സിന് നമ്മൾ ഒന്നും ചെയ്യേണ്ട, അങ്ങനെ തന്നെ കൊടുക്കാം. 224 22 മൈനസ് ചെയ്യുമ്പം 202/9 വന്നു. 202/9. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആ ഒരു കൺവേർഷനും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് നേരെ ക്വസ്റ്റ്യൻസിലോട്ട് കടക്കാം കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. എക്സ്പ്രസ് 0.424 ബാർ ഇൻ ദ ഫോം P/Q വേർ P and Q ആർ ഇൻറ്റിജേഴ്സ് ആൻഡ് Q നോട്ട് ഈക്വൽ ടു 0. ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ 4ന്റെ മുകളിൽ ബാർ ഇല്ല കേട്ടോ. 0.424 ബാറിനെ നമ്മൾ കൺവേർട്ട് ചെയ്ത് ഒരു ഫ്രാക്ഷനിലോട്ട് കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്. നോക്കാം. അപ്പം 0.424 ബാറാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താ ചെയ്യേണ്ടത്? ഡെസിമൽസ് ആണ്, പക്ഷെ അത് മിക്സ്ഡ് ആണ് അല്ലേ? റിക്കറിങ്ങും ഉണ്ട്, നോൺ റിക്കറിങ്ങും ഉണ്ട്. അപ്പോൾ ടോട്ടൽ നമുക്ക് 424 മൈനസ് നോൺ റിക്കറിംഗ് ആയിട്ടുള്ള 4 ഡിവൈഡഡ് ബൈ 2 റിക്കറിങ്ങിന് പകരം 2 9ഉം ഒരു നോൺ റിക്കറിങ്ങിന് പകരം ഒരു 0യും. 420/990 വന്നു. നമുക്കതിൽ ഫസ്റ്റ് തന്നെ ഈ 0 ക്യാൻസൽ ചെയ്തൂടെ? 2ലും 0 ഉണ്ട്, ക്യാൻസൽ ചെയ്യാം. 42ൽ 3 പോവല്ലോ, 14 തവണ. 99ൽ 33 തവണ. സോ സിംപ്ലിഫൈഡ് ഫോം ഓഫ് ഫ്രാക്ഷൻ എന്ന് പറയുന്നത് 14/33 ആണെന്ന് പറയാൻ സാധിക്കും. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ
അല്ല, ഇത് നിങ്ങളൊന്ന് ഇത് വേണ്ട, ഇത് ഞാൻ ചെയ്തുതരാം, കാരണം ഇതിൽ ഇനിയിപ്പം കോപ്പറയും കൺഫ്യൂഷൻ ആവണ്ട. ഇതേപോലെ തന്നെയാണ് 0.372 ബാർ, 72ന്റെ മുകളിലെ ബാർ ഉള്ളൂ കേട്ടോ. x/y ഫോമിലോട്ട് ഫ്രാക്ഷനിലോട്ട് കൺവേർട്ട് ചെയ്യാനാണ് ശ്രദ്ധിക്കുക. ഇവിടെ എക്സും വൈയും കോപ്പറയും ആവണം എന്ന് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്രാക്ഷൻ ഏറ്റവും സിംപ്ലിഫൈഡ് ഫോമിലായിരിക്കണം. ഫ്രാക്ഷനിലെ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും കോമൺ ആയിട്ട് എന്തുണ്ടാവാൻ പാടില്ല? കോമൺ ഫാക്ടേഴ്സ് ഒന്നും ഉണ്ടാവാൻ പാടില്ല. ഓക്കെ, അപ്പൊ ആ ഒരു ഫോമിലോട്ട് കൊണ്ടുവന്നാൽ x+y ആണ് കാണേണ്ടത്. ന്യൂമറേറ്ററിന്റെയും ഡിനോമിനേറ്ററിന്റെയും സിംപ്ലിഫൈഡ് ഫോമിന്റെ സമ്മ് കാണണം. നമുക്ക് നോക്കാം. 0.372 ബാർ ഇസ് ഈക്വൽ ടു 372 മൈനസ് 3 ഡിവൈഡഡ് ബൈ 2 റിക്കറിങ്ങും ഒരു നോൺ റിക്കറിങ്ങും. ദാറ്റ് ഈസ് ഈക്വൽ ടു 369/990 ആണല്ലേ. ചെറുതാക്കണ്ടേ? ഞാൻ ഇതിൽ പറഞ്ഞു നമ്മളോട് കോമൺ ഫാക്ടേഴ്സ് ഒക്കെ എന്താണ് കട്ട് ചെയ്ത് സിംപ്ലിഫൈഡ് ഫോമിലായിരിക്കണം, കോപ്പറൈൻ നമ്പേഴ്സ് ആയിരിക്കണം എക്സും വൈയും. നമുക്ക് നോക്കാം. കട്ട് ചെയ്യുന്ന സമയത്ത് 2ലും 9 പോവല്ലോ. 4 9 36, 1 9 9. ഇവിടെ നമുക്ക് 9 110 തവണ. ഇനി കട്ട് ചെയ്യാനൊന്നും ഇല്ല അല്ലേ. ഏറ്റവും സിംപ്ലിഫൈഡ് ഫോം 41/110 ആണ്. അതായത് ഇവിടെ നമ്മൾ നോക്കുമ്പോൾ 41 ആണ് എക്സിന്റെ വാല്യൂ, വൈയുടെ വാല്യൂ 110. അതായത് x+y ഈസ് ഈക്വൽ ടു 41 + 110 അഥവാ 151. 151 ആണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ. അടുത്ത നമുക്ക് ഇതേപോലത്തെ റിക്കറിങ് ആയിട്ടുള്ള ഡിജിറ്റ്സ് വരുന്ന ഒരു കാൽക്കുലേഷൻ വരുന്നതാണ്. നോക്കാം. 2.66666 പ്ലസ് 2.777 ഈ 2 റിക്കറിങ് ആയിട്ടുള്ള, അതായത് മിക്സ്ഡ് റിക്കറിങ് ഡെസിമൽസ് വരുന്ന 2 വാല്യൂസിന്റെ സമ്മ് കാണാനാണ്. ഇങ്ങനെയൊക്കെ കാണുന്ന സമയത്ത് കഴിയുന്നോ നമ്മൾ എന്ത് ചെയ്യുക? ഇതിനെ ആദ്യം ഫ്രാക്ഷനിലോട്ട് കൺവേർട്ട് ചെയ്ത് സോൾവ് ചെയ്യുന്ന നല്ലത്. ഇപ്പൊ 2.6666 എന്ന് പറയുമ്പോൾ അത് ബാറാണല്ലേ, മുകളിൽ ബാറാണ്. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 26 മൈനസ് 2/9 അഥവാ 24/9 എന്ന് എഴുതാം. അതേപോലെ 2.7 ബാർ എന്ന് പറയുന്നത് 27 മൈനസ് 2/9 അഥവാ 25/9 വരും. അപ്പോൾ ഈ 2 നമ്പേഴ്സ് ആഡ് ചെയ്യാന്ന് പറഞ്ഞാൽ 24/9 പ്ലസ് 25/9 ആണല്ലേ. ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ എന്ത് കിട്ടും? 49/9 ആണ് ആൻസർ എന്ന് കിട്ടും. അടുത്തൊരു ക്വസ്റ്റ്യൻ ഇതേപോലെ തന്നെയാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേ, എങ്ങനെ ചെയ്യാമെന്നൊന്ന് നോക്കിക്കേ. ഒന്ന് നോക്കിയേ എങ്ങനെ ചെയ്യാം. ഇവിടെ നമുക്ക് 0.16 ബാർ, 6ന്റെ മുകളിൽ മാത്രമാണ് ബാർ. 0.15 ബാർ, 5ന്റെ മുകളിൽ ബാർ, 3യുടെ മുകളിൽ ബാർ. ഫസ്റ്റ് ഞാൻ നേരത്തെ കാണിച്ചതുപോലെ കഴിയുന്നത് എന്ത് ചെയ്യാം? നമുക്ക് ഫ്രാക്ഷനിലോട്ട് കൺവേർട്ട് ചെയ്യാം. ഫ്രാക്ഷനിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പം 0.16 ബാർ എന്തായിട്ട് മാറി? 16 മൈനസ് 1 ഒരു റിക്കറിങ് ഒരു നോൺ റിക്കറിങ് 15/90 കിട്ടും. ഞാൻ അതിനെ സിംപ്ലിഫൈ ചെയ്യുന്നില്ല, കാരണം എന്താണ്? നമുക്കറിയാം ഇതിലൊക്കെ റിക്കറിങ് വാല്യൂ 1 വരുന്നത്, റിക്കറിങ് ഡെസിമൽ. അപ്പം അതേപോലെ തന്നെ ഒരു നോൺ റിക്കറിങ്ങും ആണ്. അപ്പം എല്ലാത്തിൻ്റെയും ഈ ഒരു ഡിനോമിനേറ്റർ 90 വരികയാണെങ്കിൽ നമുക്ക് അവിടെ അഡീഷൻ സബ്ട്രാക്ഷൻ ഒക്കെ എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റും. അപ്പം അതങ്ങനെ കൊടുക്കുവാണേ. അടുത്തത് 0.15 ബാർ, ദാറ്റ് ഈസ് ഈക്വൽ ടു 15 മൈനസ് 1/90 അഥവാ 14/90. ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ 0.13 ബാർ, ദാറ്റ് ഈസ് ഈക്വൽ ടു 13 മൈനസ് 1/90 അഥവാ 12/90. അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്ക് ഒരു കാൽക്കുലേഷൻ ചെയ്യുമ്പം 0.16 ബാർ എന്ന് പറഞ്ഞാൽ 15/90 പ്ലസ് 0.15 ബാർ എന്ന് പറഞ്ഞാൽ 14/90 മൈനസ് 0.13 ബാർ എന്ന് പറയുമ്പോൾ 12/90. ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് നമുക്ക് ന്യൂമറേറ്ററിൽ ഓപ്പറേഷൻസ് ചെയ്താൽ മതി. 15 പ്ലസ് 14 29 മൈനസ് 12 17/90 ആണ് നമ്മുടെ ആൻസർ എന്ന് കിട്ടും അല്ലേ. 17/90. ഓക്കെ ആണല്ലോ. 17/90 ഈസ് ദ ആൻസർ. ഓപ്ഷൻ ബി ഈസ് ദ ആൻസർ. ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് ഒരു ക്വസ്റ്റ്യനും കൂടെ കേട്ടോ. ഇത് ഇക്വലന്റ് ഫ്രാക്ഷൻ ഓഫ് 1.2222 എക്സെട്ര. സിമ്പിളാണ്. എന്ത് ചെയ്താൽ മതി? 1.2222
2 എന്ന് പറയുമ്പോൾ 1.2 ബാർ ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 12 മൈനസ് 1 ഡിവൈഡഡ് ബൈ ഒരു റിക്കറിങ്. 12 മൈനസ് 1 11/9. ഓപ്ഷൻ എ ഇസ് ദ ആൻസർ. അപ്പോൾ ഒരു ബേസിക് ഐഡിയ എന്താണ് റിക്കറിങ്, എങ്ങനെയാണ് കൺവേർഷൻ ചെയ്യേണ്ടത്, കാൽക്കുലേഷൻ ചെയ്യേണ്ടത് എന്നുള്ളൊരു ബേസിക് ഐഡിയ കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഓഫ് കോഴ്സ് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പറയുക കേട്ടോ, കമൻറ്റിൽ പറയുക. അതേപോലെ തന്നെ ലൈക്കും ചെയ്യുക. സോ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഒറ്റൊരു കാര്യം, നമ്മുടെ 2 ബാച്ചസ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാം. അപ്പം നമുക്കിപ്പം ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ബാച്ച് ഇപ്പം വരാനിരിക്കുന്ന നമ്മുടെ NTPC CBT 2 എക്സാമിന് കേട്ടോ. ഇത് പ്യുവർലി CBT 1 ക്ലിയർ ചെയ്ത കുട്ടികൾക്ക് വേണ്ടി മാത്രമുള്ളതാണ്, അല്ലാത്തവർ ജോയിൻ ചെയ്യണമെന്നില്ല. അപ്പോൾ CBT 1 ക്ലിയർ ചെയ്ത് CBT 2 വേണ്ടി പ്രാക്ടീസ് ചെയ്യുന്ന കുട്ടികൾക്ക് ആ ഒരു ഫൈനൽ ലാപ്പ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു തുകയ്ക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന പ്യുവർലി നമ്മുടെ ആ ഒരു എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ബാച്ചാണ്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യുക കേട്ടോ. കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ SSC CGL എക്സാം വരാനിരിക്കുന്ന CGL എക്സാമിന് റിവിഷൻ ആയിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന ബാച്ചാണ് SSC CGL സ്മാർട്ട് റിവിഷൻ ബാച്ച് എന്ന് പറയുന്നത്. ഓൾറെഡി നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് ക്ലാസ്സുകളൊക്കെ മുന്നോട്ട് പോയിട്ടുണ്ട്. സോ ഓഫ് കോഴ്സ് എന്ത് ചെയ്യുക, താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക കേട്ടോ. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇതേപോലെ നിങ്ങൾക്ക് വീഡിയോ ഏതെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഏതെങ്കിലും വീഡിയോ സ്പെസിഫിക് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് കമൻറ്റ് ബോക്സിൽ പറയാൻ മടി കാണിക്കേണ്ട. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്